ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് ലൈവ് ഡ്രോ കാണുന്ന സമയത്ത് മെഗാ ഡ്രോ പൈസയിൽ റിച്ചാർഡും ബുഷ്രയും നമ്മുടെ വിന്നിംഗ് നമ്പർ ആണ് വായിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം ടിക്കറ്റിന്റെ 267ാമത് ഡ്രോയിൽ 20 മില്യൺ ദിർഹം വിൻ ചെയ്തിട്ടുള്ള വിന്നർ ലൈവ് ഡ്രോ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മാസവും ലൈവ് ഡ്രോ കാണാത്ത ആൾക്കാരാണ് വിൻ ചെയ്യാറ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. വളരെ കൃത്യമായിട്ട് വിന്നർ പറയുന്നുണ്ട്, ഞാൻ അത് കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. റിച്ചാർഡ് വിളിച്ച സമയത്തും അദ്ദേഹം ആദ്യം താങ്ക് യു ആണ് പറഞ്ഞിട്ടുള്ളത്. റിച്ചാർഡിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ലൈവ് ഡ്രോ കണ്ടതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ 12 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഷെയർ ഇട്ടിട്ട് ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും 1.5 മില്യൺ ദിർഹത്തോളം സ്വന്തമാക്കാൻ പറ്റും. ഇനി ആരെങ്കിലും കൂടുതൽ കാശ് ചെലവാക്കി ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കൂടുതൽ ഷെയർ ഉണ്ടെങ്കിൽ ആ ഒരു ഷെയറിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് അവർക്ക് ലഭിക്കും. നോർമലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും 1.5 മില്യൺ ദിർഹം വീതം സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഞാൻ ടിക്കറ്റിൽ നിന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട്. 2007 മുതൽ യുഎയിലുണ്ട്. ഒടുവിൽ ഞങ്ങളെ ഭാഗ്യം തേടി എത്തിയിട്ടുണ്ട്. 1000 ദിർഹം മുതൽ 3000 ദിർഹം വരെ സാലറി ഉള്ള ആൾക്കാരാണ് ഇതിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവരുടെ ലൈഫ് സെറ്റിൽ ആയിട്ടുണ്ട്. വിൻ ചെയ്തിട്ടുള്ള ബംഗ്ലാദേശി സ്വദേശിയുടെ പേര് അബുൽ മൻസൂർ എന്നാണ്. ടിക്കറ്റ് നമ്പർ 311-573 ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയും ഞാൻ ഇതിൽ ഭാഗ്യം പരീക്ഷിക്കും. ഏതായാലും ഇത്തവണ ടിക്കറ്റിന്റെ മെഗാ ഡ്രോ പ്രൈസ് കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബംഗ്ലാദേശി സ്വദേശിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ടിക്കറ്റിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ബെൽ അറിയിക്കുക. അടുത്ത വീഡിയോ കാണുവരെ ബൈ.